ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഒന്നാന്തരം ഒരു ബീഫ് കൊണ്ടാട്ടം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല ഒറിജിനൽ ബഫല്ലോ മീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഫ്രഷ് ബഫല്ലോ മീറ്റ്. അത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ഏകദേശം ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ തികച്ച് ചേർക്കുന്നില്ല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരല്പം മതിയാവും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇഞ്ചി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളിനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരല്പം മതിയാവും. ഇനി അതിലേക്ക് നമ്മളിതേ മസാല പുരട്ടി വെച്ചിട്ടുള്ള ബഫല്ലോ മീറ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിനകത്ത് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കാനുണ്ട്. ഓൾറെഡി നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടാണ് വേവിച്ചത്. വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത് മൈദയാണ്, 1 ടീസ്പൂൺ മൈദ. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി നമുക്കൊന്ന് ചേർക്കാനുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാനായിട്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വറുത്തെടുക്കാം. അത് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ഒന്നും ആയി പോകണ്ട. അധികം ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. അധികം സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി വേവിച്ച ബീഫല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. നല്ല സോഫ്റ്റ് ബഫല്ലോ മീറ്റ് ആയിരുന്നു. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്ത് പോരാം. അപ്പോൾ ഈ ബീഫ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി നമ്മുടെ ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. എന്താണ്, ബീഫ് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചു. രണ്ടാമത് അത് വറുത്തെടുത്തു. ഇനി മൂന്നാമത് എല്ലാം കൂടി ഒന്ന് മിക്സിംഗ് ആണ്. അപ്പോൾ അതേ ഇരുമ്പേട്ടി തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ ഇരുമ്പേട്ടിയിലേക്ക് തന്നെ ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 3 കൊണ്ടാട്ട മുളകാണ്. നമ്മൾ തൈര് മുളകെന്നൊക്കെ പറയില്ലേ, അത് തന്നെ കൊണ്ടാട്ട മുളക് 3 എണ്ണം. അതിൻ്റെ കൂടെ തന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി. അതിനുശേഷം ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതേപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി മൂത്ത് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. കണ്ടോ, നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം.
വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്പം വെള്ളം മതി, ഒരു അര ഗ്ലാസ് വെള്ളം. അതിൻ്റെ കൂടെ ഏകദേശം ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ ബീഫിലൊക്കെ ഉപ്പിട്ടാണ് വേവിച്ചത്, അപ്പോൾ ഒരു അല്പം ഉപ്പ് മതിയാവും. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ വെളുത്ത എള്ളാണ്. കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ല ഭംഗിയായില്ലേ? ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മുടെ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് ഏത് തരം കമൻ്റ് ആയാലും പ്രശ്നമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ്, കിടിലൻ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.